ഭജൻസ് ഒന്ന് കേട്ടാ, ഏതെങ്കിലും ഒരു ഭജൻ കേട്ടാ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, എല്ലാം ട്രഡീഷണൽ ഭജൻസാ കൂടുതൽ അറിയണം. അത് പഠിക്കുന്നത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, ഭജൻസ് കൂടുതലും പഠിക്കണതെന്ന് യൂട്യൂബിലൊക്കെ കേട്ടിട്ടാണ്. ക്ലാസിക്കലാണ് നമ്മൾ, കൃതികളാണ് ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കണത്. അവിടെ പോകുമ്പോഴും ഞാൻ ഈ പറയണ പോലെ എൻ്റെ ഉള്ളിൽ നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ, സാർ എനിക്ക് ഇത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ ഒരു ഗുരുവിന് അറിയാം നമുക്ക് എന്താണ് വേണ്ടത്. സമയമാകുമ്പോൾ പഠിപ്പിച്ചു തരാം. ആ ഒരു പേടിയുള്ളതുകൊണ്ടാണ് അങ്ങനെ ഭജൻസിനായിട്ടൊരു ഇതിന് പഠിക്കാൻ പോകാത്തത്. സാഗര ഷൈന വിഭു എന്ന് പറഞ്ഞിട്ട് MD രാമനാഥൻ സാറിന്റെ കോമ്പോസിഷൻ വേണം. സാഗര ശയന വിഭോ പ്രഭോ സാഗര ശയന വിഭോ പ്രഭോ സാമഗാനലോല സാധുജനാവന ക്ഷീരസാഗര സാഗര ശയന വിഭോ പ്രഭോ പ്രഭോ പത്മനാഭനാണോ പ്രിയപ്പെട്ട ആള്? എനിക്ക് രാഗം ഭയങ്കര ഇഷ്ടമാണ്, ഈ ഭാഗ്യശ്രീ എന്ന് പറഞ്ഞ രാഗം. അപ്പോൾ മാക്സിമം അതിൻ്റെ കോമ്പോസിഷൻസ് കുറേ ഇങ്ങനെ പഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക് ഈ ഒരു ദൈവത്തിൻ്റെ സ്തുതി, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്തുതികൾ പാടാനാണ്. പക്ഷേ ഈ രാഗമാണ് കുറേയും കൂടുതൽ നമ്മളെ അതിലേക്ക് വലിച്ചിടണതേ, ആ ഒരു കോമ്പോസിഷൻ പാടാനൊക്കെ ആയിട്ട്. ഓക്കെ, ഇനിയുള്ള സ്വപ്നങ്ങൾ എന്താ സംഗീത ലോകത്ത്? ഇങ്ങനെ തന്നെ, ഇങ്ങനെയൊക്കെ തന്നെ തുടർന്ന് നമുക്ക് വരുന്ന വർക്കുകളൊക്കെ നന്നായി വർക്ക് ഉണ്ടോ? ഇതല്ലാതെ ഇൻഫോ പാർക്കിൽ വർക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു 8-9 വർഷത്തോളം HR ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2017 വരയ്ക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. 17 സെപ്റ്റംബർ ഒക്കെ ആയതോടുകൂടി നിർത്തി. ഇനിയിപ്പോൾ രണ്ടും കൂടി വേണ്ടാന്നൊരു, നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. വെച്ചാൽ മറ്റേത് നമുക്കൊരു ഫിക്സ്ഡ് ഒരു ഇൻകം കിട്ടുന്ന ഒരു മേഖലയാണ്. അത് വിടണമെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ്, അതെ, വീട്ടുകാർക്കും ഒരു കോൺഫിഡൻസ് വേണം അല്ലേ. പിന്നെ കുറേ അധികം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ അതൊക്കെ ഇല്ല, ഇതാണ് എൻ്റെ ഇതെന്ന് നമുക്ക് പറയാനൊരു ധൈര്യം വരണമല്ലോ. അതിന് കുറച്ച് നാളെടുത്തു. ഒരു 9 വർഷത്തോളം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പാട്ട് മാത്രം. പാട്ട് മാത്രം. കുടുംബം? അമ്മ, ചേച്ചി കമേഴ്ഷ്യൽ ടാക്സിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ GSTയിൽ കമേഴ്ഷ്യൽ ടാക്സ് മാറി. ശ്രീവിദ്യ ചേച്ചി നന്നായിട്ട് പാടും. അമ്മ ജയ, അമ്മ GCDയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അമ്മയാണ് എൻ്റെ ആദ്യ ഗുരു. അമ്മ വീട്ടിൽ പഠിപ്പിക്കുകയായിരുന്നു പാട്ട്. പിന്നെ ജോലിക്ക് കയറിയപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ടൈം പറ്റാണ്ടായി കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷം. ഇനിയും ആഗ്രഹങ്ങൾ, ഇപ്പം എന്തായാലും ജോലിയെല്ലാം വേണ്ടാന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി മ്യൂസിക്കിലേക്കാണ്. അപ്പോൾ എന്താണോ താല്പര്യമുള്ളത്, എന്താണോ സന്തോഷം തരണത്, അതന്നെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. താങ്ക് യു. സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളൊക്കെയാണ്. നമുക്ക് എല്ലാ വേദികളിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭജൻസ് ഒന്നും പാടാൻ പറ്റില്ലല്ലോ. അപ്പം ഇനി ഒരു പാട്ടും കൂടി പാടി തന്നിട്ട്. ഓക്കെ, ഞാൻ കണ്ണിലെ പൊയ്ക പാടാം. തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും. അതിൽ ഗണേഷ് ചേട്ടൻ്റെ കൂടെ പാടിയിരിക്കണം. കണ്ണിലെ പൊയ്കയില് കുഞ്ഞലമലയില് ഞാനോ മീനോ കാണാത്തീരം തേടിപ്പോകും പൊൻകിന തോണികളോ പൊന്നര എണ്ണങ്ങളോ ചാഞ്ഞിറങ്ങണ ചന്ദന വെയിലില് ഞാൻ അലിഞ്ഞൊരു വേളയില് പൊന്നരളി പൂവുനുള്ളി നിന്നെ ഞാൻ ഓർത്തതല്ലേ. അടിപൊളി. അതിനൊരു വേറൊരു സ്വീറ്റ്നെസ് ആണ് അല്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രചന. താങ്ക്സ് എ ലോട്ട്.